അപ്പോൾ ഇന്ന് നമ്മൾ രുധിരം എന്ന് പറഞ്ഞ് പുതിയൊരു മലയാള സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്വി ഷെട്ടിയും അപർണ ബാലമുരളിയും അഭിനയിക്കുന്നത്. മലയാള സിനിമ അത് മലയാളമാണ്. മലയാളം കൂടാതെ വേറെ എന്തെങ്കിലും ഭാഷയിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ല, ഇപ്പോൾ 4 വർഷം ഡബ്ബിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, പിന്നണിയിലുള്ള ഒരു മലയാളിയാണ്. മറ്റേ ഡയറക്ടർ ജിഷോലാണ്, അവൻ മലയാളി ആയിരിക്കണം. രാജ്വി ഷെട്ടി എന്ന് പറഞ്ഞാൽ രാജ്വി ഷെട്ടി ഇപ്പം ആക്ച്വലി സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. പുള്ളി കന്നഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലല്ലോ. മലയാളത്തിൽ ഇപ്പോൾ ഒരു 3ാമത്തെ പടമാണ് തോന്നുന്നു. തമിഴിൽ നിന്നും കൂടെ വന്നാൽ മതി, ബാക്കിയെല്ലാം വന്നില്ല. ഞാൻ ഒരുപാട് കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് രുധിരത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അതിപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. നമുക്കൊന്ന് കണ്ടു നോക്കാം. കിട്ടി ഗൂഗിളും മൂവീസ്, ഫ്രീ ഗൂഗിളും. റേഷ്യോ മറ്റേതാണോ? അരമോഫിൻ്റെ റേഷ്യോ കൂടുതൽ സ്കോപ്പ് ഉണ്ടല്ലോ. ബീ കീപ്പറിൻ്റെ ചുമ്മാ അങ്ങ് പറയാം. ബീ കീപ്പറിൻ്റെ to control our emotions with it. ഇവർ രണ്ടുപേരും ഉള്ള പടത്തിൽ രുധിരം തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം. അതിന് ഡയലോഗ് 4 മ്യൂസിക്സ് ആണ്. ആന്റണി, അതെ മലയാളം. ഇവർ രണ്ടുപേരേ ഉള്ളു പടത്തിലും തോന്നുന്നു അല്ലേ? അതായത് ഭയങ്കര കൊച്ചു പടമാവും. മെയിൻ ആയിട്ട് ഇവരുടെ ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ആരെങ്കിലും കിട്ടും. അതെ, ഇനി ട്രെയിലർ വന്നാലേ എത്ര പേര് ഇനി വേറെ ആരെങ്കിലും കൊണ്ടോ പടത്തിലെന്ന് അറിയത്തുള്ളൂ. ടീസറിൽ ഇപ്പോൾ കാണിക്കുമ്പം ഇവർ രണ്ടുപേരും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. മൈൽഡ് ത്രില്ലറാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ ഒരു POV പടം ഉണ്ടായിരുന്നല്ലോ, ഫുട്ടേജ് അതുപോലെ ആ ലൈൻ കുറച്ച് ലിമിറ്റഡ് സ്പേസിലാണ്. ഇവിടെ ക്യാരോ മറ്റേ പിടിച്ചു വെച്ചേക്കുന്ന ലൈൻ അത് പുള്ളിയായിരിക്കാം. ഫീൽ ചെയ്യുന്നു പുറത്തിറങ്ങുന്ന സൈക്കോ ആണോ? എന്താ പറയുക, കണ്ടറിയത്തില്ല. കുറെ ഷോട്ട് ഉണ്ടല്ലോ, മറ്റേ ക്ലോസറ്റ് മറ്റേ ചോര ഒരു മാസ്ക് ഒക്കെ വെച്ച് അത് മറ്റേ BA എടുക്കുന്ന സമയത്തൊക്കെ ഉള്ളു. അതല്ല ഒരാൾ കിടക്കുന്നുണ്ട്, മാസ്ക് വെച്ച് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ബീ കീപ്പർ ഇതുപോലെ തന്നെയല്ലോ പുള്ളിക്കാരൻ. ഇതിന്റെ ട്രെയിലറൊക്കെ വന്നാലേ കൂടുതൽ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. ഈ ടീസറിനകത്തൊന്നും വലിയ ഒന്നുമില്ല. ഇതിന്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ഇപ്പൊ പിന്നെ ടീസർ അതായത് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പടം. രാജ്വി ഷെട്ടി ആക്ച്വലി ഇപ്പം 3ാമത്തെ പടമാണ് പുള്ളിയുടെ അല്ലേ? മമ്മൂക്കയോടുള്ള പടം, പിന്നെ ടർബോ, പിന്നെ ഇത് കൊണ്ടല്, പിന്നെ ഇത് 3ാമത്തെ പടം ഡയറക്റ്റ് മലയാള പടം. അത് തന്നെ. ഇത് ആക്ച്വലി ഇപ്പം മലയാളം മാത്രമല്ല, ബൈലിംഗലായിട്ട് ഇതെനിക്ക് തോന്നുന്നു ബൈലിംഗലായിരിക്കണം. വലിയ ഡയലോഗൊന്നും ഇല്ല ഉള്ളതന്നെ. ഇപ്പൊ പുള്ളിക്ക് വേണേൽ പുള്ളി കന്നഡയിൽ സംസാരിച്ചോട്ടെ, അപർണ ബാലമുരളി മലയാളം ആ വൈബ് ഉണ്ടല്ലോ. ചിലപ്പോൾ അങ്ങനെ ആവാം, അറിയില്ല. പുള്ളി ഇടയ്ക്ക് എന്തോ ഡയലോഗ് പറഞ്ഞല്ലോ, അതെനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നു. ആണോ? അപ്പോൾ ഏതായാലും നോക്കാം. പുള്ളിക്ക് ഇപ്പൊ കന്നഡയിലും പുള്ളിക്ക് ഇപ്പോൾ ഏതൊരു പടം വരുന്നുണ്ട്, പുതിയ പടം, മറ്റേ 45. അതൊരു മൾട്ടിസ പടമാണ്. അതെ. പുള്ളി ഇപ്പം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ആക്ടറായി മാറിയിരിക്കുകയാണ്. എസ്പെഷ്യലി ഇയാളെ മലയാളത്തിലേക്ക് വിളിച്ചിട്ട് ഇവർ കൊടുക്കുന്ന ക്യാരക്ടേഴ്സാണ് ഇതുവരെ അത്ര നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പുള്ളിയെ വിളിച്ച് ജയിക്കേണ്ടതൊന്നുമില്ല. അല്ല, അതെ. ഇപ്പോൾ ടർബോയിലൊക്കെ തന്നെ പുള്ളി വില്ലനായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ അത് ശരിക്കും മാർക്കറ്റിങ്ങിന് അത് ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമയിനകത്ത് നോക്കുമ്പോൾ ഒരു ആ റോൾ ആരും ചെയ്താലും മതി എന്നുള്ള ലൈനിൽ ടിപ്പിക്കൽ വില്ലൻ പരിപാടിയാണ്. ആ പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത പോലെ. കൊണ്ടലിലും അതുപോലെ തന്നെയായിരുന്നു. അതായത് പുള്ളി ചെയ്യുന്ന റോള് കേൾക്കുമ്പോൾ ഇത് ആർക്കും ചെയ്യാമല്ലോ. പുള്ളിയെ വിളിക്കുന്നതിൽ എനിക്ക് അങ്ങനെ വർക്കായില്ല. കാരണം ചേട്ടനായിട്ട് അത് എന്തോ ഒരു മിസ്കാസ്റ്റ് പോലെ. അതെ. മറ്റേ എനിക്ക് ആക്ച്വലി പുള്ളിക്ക് കുറച്ചുകൂടെ ബെറ്റർ റോളുകൾ കിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയിൽ പുള്ളിയായിരിക്കും മെയിൻ. അതായത് പുള്ളിയും അപർണയും ആണല്ലോ മെയിൻ. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ
ഒരു റോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് ബൈലിംഗിലായതുകൊണ്ടും കണ്ടിടത്തോളം പുള്ളിക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസും കുറച്ച് അവർ ലീഡ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ രണ്ടും നല്ല ആക്ടേഴ്സാണ്. അതെ അതെ. അപർണ ഇപ്പം ആക്ച്വലി കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം വേറെ പടമൊന്നും അത് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം വരുന്ന പടമായത്. വേറെ പടമൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക്, ഒരു പടമില്ല. ഏതായാലും ഇനി ട്രെയിലർ വരട്ടെ, എന്നിട്ട് നമുക്ക് അത് റിയാക്ട് ചെയ്ത് നോക്കാം.